الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരങ്ങൾ, രോഗികളായി കഴിയുന്നവർ, മറ്റു പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹു തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനക്കും പ്രയാസങ്ങൾക്കുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 30-31 വചനങ്ങളാണ് ഓതിവെച്ചത്. ഹജ്ജ് മാസങ്ങളായി അറിയപ്പെടുന്ന ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തിലും ദുൽഹിജ്ജയുടെ തുടക്കത്തിലുമാണ് നാം ഉള്ളത്. ഇന്ന് ദുൽഖഅദ 29 മാസപ്പിറവി ദൃശ്യമായാൽ നാളെ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 1 ഇല്ലെങ്കിൽ നാളെ ദുൽഖഅദ 30 പൂർത്തിയായി ഞായറാഴ്ച 1 ലേക്ക്
പ്രവേശിക്കാനും അവസരമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥയാണ് ഒരു വർഷം 12 മാസമാണ് എന്നത്. സൂറത്ത് തൗബയിൽ അല്ലാഹു തആല കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമായ മാസങ്ങളാണ്. അത് ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങളായി ഖുർആൻ സൂചിപ്പിച്ച, ഹദീസ് വ്യക്തമാക്കിയ മാസങ്ങൾ. ഈ 3 മാസങ്ങളെ കുറിച്ചാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. ശവ്വാൽ മുതൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതാണ് ഹജ്ജ് മാസം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹജ്ജ് എന്നത് അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്ന്. ഹജ്ജ് മാസങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ മാസങ്ങളെയാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് ഖുർആൻ അവിടെ പരിചയപ്പെടുത്തിയത്. എല്ലാ മാസവും, എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ സ്ഥലങ്ങളും പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. ആ ഒരു അർത്ഥത്തിൽ എല്ലാ സമയവും ഒരുപോലെയാണ്, എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്തിലോ ഏതെങ്കിലും സമയത്തിലോ മാസങ്ങൾക്കോ സവിശേഷത ഉണ്ടെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കണം, അവൻ നമ്മെ അറിയിക്കണം. അതാണ് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന നയം. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ, എല്ലാ മാസങ്ങളും ഒരുപോലെ, എല്ലാ ദിവസങ്ങളും ഒരുപോലെ, സൃഷ്ടി എന്ന അർത്ഥത്തിൽ. ഇന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട്. ഇന്ന മാസത്തിന്, ഇന്ന സ്ഥലത്തിന്, ഇന്ന സമയത്തിന് പ്രത്യേകതയുണ്ട് എന്ന് അല്ലാഹു റസൂലോ പഠിപ്പിച്ചാൽ അതിന് പ്രത്യേകതയുണ്ട്. 12 മാസങ്ങളിൽ 4 പവിത്രമാണ് എന്ന് അല്ലാഹ് പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. അപ്പൊ ആ 4 മാസത്തിന് അത്തരം പവിത്രതയുണ്ട് എന്ന് ആ ആയത്ത് കൊണ്ട് വ്യക്തമാകുന്നു. മക്ക പവിത്രമാണ്, മിന പവിത്രമാണ്, മുസ്ദലിഫ പവിത്രമാണ്, അറഫ പവിത്രമാണ്. കാരണം അല്ലാഹു തആല പ്രത്യേകമായി പവിത്രത നിശ്ചയിച്ചു. അല്ലാഹു റസൂൽ നമ്മെ കാര്യം അറിയിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചക്ക് സവിശേഷതയുണ്ട്, റമദാനിന് സവിശേഷതയുണ്ട്. അത് അല്ലാഹു നിശ്ചയിച്ചു, അവൻ നമ്മെ അറിയിച്ചു, പ്രവാചകൻ നമ്മെ അറിയിച്ചു. ഇതിനപ്പുറത്ത് നമ്മുടെ വകയായി ഏതെങ്കിലും സ്ഥലത്തിന് സവിശേഷത കൽപ്പിക്കുവാനോ ഏതെങ്കിലും സമയങ്ങൾക്കോ മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ സവിശേഷമായ മഹത്വം കൽപ്പിക്കുവാനോ ദീനിയായി പാടില്ല. റബ്ബിന്റെ അധികാരാവകാശങ്ങളിൽ പങ്കുചേർക്കുന്ന, ഇടപെടുന്ന രീതിയാണത് എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. എന്താണെങ്കിലും ദുൽഹിജ്ജ മാസം പവിത്രമാണ്. വിശിഷ്യ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങളാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന സൂറത്തുൽ ഫജ്റിലെ വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാകും സത്യം എന്ന് പറഞ്ഞ 10 രാത്രി ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികളാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാം അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തത് കാണാൻ കഴിയും. അല്ലാഹു തആല ഒന്നിനെ കുറിച്ച് സത്യം ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും സവിശേഷമായ മഹത്വം ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബാണ് സത്യം ചെയ്യുന്നത്, ആ സത്യത്തിനും മഹത്വം ഏറെയാണ്. ആ നിലയ്ക്ക് ദുൽഹിജ്ജ 10 രാത്രികൾ പവിത്രമാണ് എന്നർത്ഥം. എന്തുകൊണ്ട് ആ മാസങ്ങൾ, ഈ ദിവസങ്ങൾ പവിത്രമായി?
സ്വഹീഹ് ബുഖാരിയുടെ വിശ്വപ്രസിദ്ധ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഈ ദിവസങ്ങൾ പവിത്രമാകാൻ കാരണം ഇജ്തമഅത് ഫീഹി ഉമ്മഹാത്തുൽ ഇബാദ എന്നാണ്. മുഖ്യമായ ഇബാദത്തുകൾ എല്ലാം കൂടെ സംഗമിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും ഒന്നിച്ചുകൂടുന്ന ഒരു സമയം ഒരു വർഷത്തിൽ വേറെ ഇല്ല. ബാക്കിയെല്ലാം സംഗമിക്കുമ്പോഴും ഹജ്ജുണ്ടാവുകയില്ല. അപ്പൊ എല്ലാം കൂടെ സംഗമിക്കുന്ന ഉമ്മഹാത്തുൽ ഇബാദ, മുഖ്യമായ ആരാധനാ കർമ്മങ്ങൾ എല്ലാം ഒന്നിച്ചു വരുന്ന സമയം ഒരു വർഷത്തിലാകെയുള്ളത് ഈ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾ പ്രത്യേകമായും സവിശേഷമായി മാറിയത് എന്ന് അദ്ദേഹം ഈ ആയത്തും ഹദീസുമെല്ലാം വെച്ചുകൊണ്ട് വിശദീകരിച്ചത് കാണാൻ കഴിയുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ ഇതേ ആശയം അദ്ദേഹം പഠിപ്പിക്കുകയും ഈ ദിവസങ്ങളിൽ ഏത് പുണ്യകർമ്മങ്ങൾക്കും മറ്റേത് ദിവസങ്ങളെക്കാൾ ഏറെ മഹത്വമുണ്ട് എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ചെയ്തതും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ നിലക്കുള്ള ദിവസങ്ങളിലേക്കാണ് ഇന്ന് മഗ്രിബോടുകൂടി അല്ലെങ്കിൽ നാളെ മഗ്രിബോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാൻ സാധിക്കുക. ആ ഒരു പവിത്രതയെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. റബ്ബിന്റെ ഒരു ശിആർ, മതത്തിന്റെ ചിഹ്നമാണത് എന്നർത്ഥം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب എന്ന് സൂറത്തുൽ ഹജ്ജിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ومن يعظم شعائر الله, അല്ലാഹു നിശ്ചയിച്ച ശിആറുകളെ, മതചിഹ്നങ്ങളെ ഒരാൾ ആദരിക്കുന്നുവെങ്കിൽ فإنها من تقوى القلوب, അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്, അടയാളമാണ് എന്നാണ്. മതചിഹ്നമായി പരിചയപ്പെടുത്തി എന്തെല്ലാം ഉള്ളതെല്ലാം. പള്ളികൾ മതചിഹ്നമാണ്, ഖുർആൻ മതചിഹ്നമാണ്, ബലിമൃഗം മതചിഹ്നമാണ്, ദുൽഹിജ്ജ മാസം മതചിഹ്നമാണ്. അതേപോലെ മക്ക, മിന, മുസ്ദലിഫ, അറഫ തുടങ്ങിയ മഹത്വമേറിയ സ്ഥലങ്ങൾ അത് മതത്തിന്റെ ചിഹ്നമാണ്. ഇങ്ങനെ അല്ലാഹു നിശ്ചയിച്ച അത്തരം ശിആറുകളെ, മതചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ എങ്കിൽ അത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമായാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. തഖ്വയുടെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമാണ്. റബ്ബ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അവൻ ആദരിച്ചതിനെ ആദരിക്കുക, അവൻ മഹത്വം കൽപ്പിച്ചതിന് മഹത്വം കൽപ്പിക്കുക, അതെല്ലാം തഖ്വയുടെ ഭാഗമാണ് എന്നാണ്. ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിനമാണ്. 11, 12, 13 അയ്യാമുൽ തശ്രീഖാണ്, ബലി അറുക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 8 മിനായിലെത്തി അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അന്നത്തോടെ പ്രവേശിക്കുന്നു. യൗമുൽ തർവിയ, അതാ ദുൽഹിജ്ജ 8. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജ 8 മിനായിലെത്തി പ്രത്യേകമായ ഒരു ടെന്റ് പോലെ പ്രവാചകരുടെ തുണി കൊണ്ട് മറച്ചുണ്ടാക്കി 3-4 ദിവസങ്ങളേക്ക് ആവശ്യമായ വെള്ളവും അതേപോലെ സൗകര്യങ്ങളുമെല്ലാം ശേഖരിച്ച് പാത്രങ്ങളെല്ലാം വെള്ളം നിറച്ച് ഒരു 4 ദിവസം ഇബാദത്തിലേക്ക് മുഴുകാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയ ദിവസമാണ് ദുൽഹിജ്ജ 8. അതാണ് യൗമുൽ തർവിയ എന്ന പേര് കിട്ടിയത്. തർവിയ എന്ന് പറഞ്ഞാൽ ദാഹം തീർക്കുക എന്നാണ്. ദാഹം തീർക്കലാണ്, വെള്ളം നിറയ്ക്കലാണ് തർവിയ. ദുൽഹിജ്ജ 8 നബിയും സ്വഹാബത്തും തങ്ങൾ കൈവശമുള്ള എല്ലാ പാത്രങ്ങളിലും വെള്ളം നിറച്ചു, ഭക്ഷണത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കി, അങ്ങനെ എല്ലാം ഒരുക്കി തയ്യാറാക്കിയ ദിവസമാണ് ദുൽഹിജ്ജ 8. ഇന്നും ഹാജിമാർ ദുൽഹിജ്ജ 8 മിനായിലേക്ക് എത്തും. പലരും പുറപ്പെട്ടു, പലരും പോകാനിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ എത്തിയവരൊക്കെ ഇപ്പൊ അവിടെ എത്തി ഉംറ കഴിഞ്ഞ് അവർ സാധാരണ പോലെ റൂമുകളിൽ അവർ ജീവിച്ചുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ദുൽഹിജ്ജ 8 അവർ റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്യും. മക്കക്കാരെ പോലെ അവർ മക്കക്കാരുടെ ഹുക്മിലേക്ക് മാറി. അതുകൊണ്ട് മക്കക്കാരെ പോലെ മക്കയിൽ നിന്ന് റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ദുൽഹിജ്ജ 8 അവർ മിനായിലെത്തി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. അതാ ദുൽഹിജ്ജ 8.
9-ന് യൗമു അറഫയാണ്, അറഫ ദിനമാണ്. എല്ലാവരും അറഫയിലേക്ക് പോകുന്നു രാവിലെ മുതൽ തന്നെ. അഥവാ ഒരാൾ 9-ന് എത്തിയാലും മതി, 8-ന് മിനായിൽ വന്നില്ല, 9-ന് നേരെ അറഫയിലേക്ക് എത്തിയാലും ഹജ്ജിന് കോട്ടമൊന്നുമില്ല. 8-ന് ഒരുക്കം മാത്രമാണ്, അന്ന് പ്രത്യേകമായ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. 9 അറഫയാണ്, അന്ന് രാത്രി മുസ്ദലിഫയാണ്. 10-ന് രാവിലെ തിരിച്ചവിടുന്ന് മിനയിലേക്ക് തന്നെ വരുന്നു. 10-ഉം 11-ഉം 12-ഉം 13-ഉം അവർ മിനയിൽ തന്നെ കഴിച്ചുകൂട്ടി ജംറകൾ എറിയലും അതേപോലെ പ്രാർത്ഥനകളും ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവുമെല്ലാമായി ഇബാദത്തിൽ മുഴുകി ആ ദിവസങ്ങൾ അവർ കഴിച്ചുകൂട്ടുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളെ നോക്കി അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അറഫ ദിവസമെന്ന് ഹദീസിൽ കാണാം. കാരണം മനുഷ്യരെ സൃഷ്ടിക്കാൻ തീരുമാനമെടുത്ത് ആ തീരുമാനം മലക്ക് അറിയിച്ചപ്പോൾ അന്ന് മലക്കൾ ചോദിച്ച ചോദ്യമുണ്ട്, ലിമ തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു ജനവിഭാഗത്തെ എന്തിനാണ് നീ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്ന് അന്ന് മലക്കൾ ചോദിച്ചപ്പോൾ റബ്ബ് കൊടുത്ത മറുപടി, അന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് മാത്രമാണ്. ഇന്നീ അഅ്ലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അന്ന് അല്ലാഹു തആല നൽകിയ മറുപടി. എന്നാൽ ആ ചോദ്യത്തിന്റെ മറുപടി ഈ ഓരോ വർഷവും അറഫയിലൂടെ മനുഷ്യനത് പ്രവൃത്തിപഥത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്. ലക്ഷങ്ങൾ വന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവിനെ വിളിക്കുക, ഉത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹ് പറഞ്ഞ പോലെ വേഷം ധരിച്ച് അല്ലാഹു പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിച്ച് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് ഉപയോഗിക്കുന്നില്ല. തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് മറക്കുന്നില്ല. തുന്നിക്കുട്ടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ധരിക്കുന്നില്ല. അടിവസ്ത്രം പോലും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ചുകൊണ്ട് സുഗന്ധം പോലും ഉപയോഗിക്കാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളില്ലാതെ പരിപൂർണമായും റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് മാത്രമായി മുഴുകുകയും വല്ല ബന്ധങ്ങളും വന്നു പോയെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി എന്താണോ അല്ലാഹു റസൂൽ നിശ്ചയിച്ചത് അത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് എല്ലാവരും ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, യാ റബ്ബേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു വരുമ്പോൾ അല്ലാഹ് പറയും, മലക്കുകൾ കണ്ടോ എന്റെ അടിമകൾ, എന്റെ അടിമകൾ കണ്ടില്ല, അവൻ എന്നിലേക്ക് വന്നിരിക്കുന്നു. ശുഗ്സൻ ഗുബ്റ, അവരുടെ മുടിയെല്ലാം ജടകുത്തി പൊടി പിടിച്ച് എണ്ണ തേക്കാതെ സുഗന്ധം ഉപയോഗിക്കാതെ എന്നിലേക്കിതാ അവയെല്ലാം വന്നിരിക്കുന്നു എന്ന് മലക്കോട് അല്ലാഹു തആല അഭിമാനം പറയുന്ന ദിവസമാണ് യൗമു അറഫ എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും മഹത്തായ ദുആ അന്നത്തെ ദുആയാണ് എന്ന് ഹദീസിൽ കാണാം. ഖൈറു ദുആഇ ദുആഉ അറഫ, അറഫയിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഖൈറായ പ്രാർത്ഥന എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ആ നിലയ്ക്ക് ഒരുപാട് ശിആറുകൾ, ഒരുപാട് മതചിഹ്നങ്ങൾ ഒന്നിച്ചു ചേരുന്ന സന്ദർഭമാണിത്. മാസത്തിന് പവിത്രതയുണ്ട്, ദിവസങ്ങൾക്കൊക്കെ പവിത്രതയുണ്ട്, എല്ലാ ഇബാദത്തും നടക്കുന്ന സന്ദർഭമാണ്. പവിത്രമായ ആ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കായ ആളുകൾ വന്ന് റബ്ബിലേക്ക് കരമുയർത്തുന്ന, ഏറ്റവും അധികം പ്രാർത്ഥന റബ്ബിലേക്ക് ഉയരുന്ന രാത്രങ്ങളാണ്. ആ നിലയ്ക്ക് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞു, വലയാദിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാകുന്നു സത്യം. ദുൽഹിജ്ജയിലെ 10 രാത്രികൾ തന്നെയാകുന്നു സത്യമെന്ന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ രാത്രികളാണ്. നമുക്കുമുണ്ട് അവിടെ ചില ശ്രദ്ധയൊക്കെ വേണ്ടത്. നബിതങ്ങൾ പറഞ്ഞു, ഏത് ദിവസങ്ങളും ചെയ്യുന്ന അമലുകളെക്കാളേറെ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദിവസങ്ങളിലെ അമലുകളാണ് എന്നാണ്. ഏത് അമലും വർദ്ധിപ്പിക്കാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എല്ലാ അമലിലും പ്രതിഫലം വർദ്ധിക്കുമെന്നർത്ഥം, മഹത്വം വർദ്ധിക്കുമെന്നർത്ഥം. അല്ലാഹു തആല ധാരാളം ആളുകൾക്ക് പാപമോചനം നൽകുന്ന, ധാരാളം ആളുകൾക്ക് നരകമോചനം നൽകുന്ന ദിവസമാണ്, സന്ദർഭമാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ മടങ്ങുമെന്നാണല്ലോ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ എത്രമാത്രം പരിശുദ്ധനായിരുന്നുവോ, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് മടങ്ങി അന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതെങ്കിൽ അതുപോലെ പരിശുദ്ധനായി മടങ്ങിപ്പോരാൻ കഴിയുന്ന
ചെയ്യുന്ന അമലാണ് ഹജ്ജ് എന്നത്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കെല്ലാം ഹജ്ജ് നിർവഹിക്കാൻ, ചെയ്തവർക്ക് വീണ്ടും ചെയ്യാനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ എല്ലാ അമലും സംഗമിക്കുന്ന ദിവസങ്ങളിൽ നമുക്കുള്ളതും നബി തങ്ങൾ പറഞ്ഞു, എല്ലാ അമലിനും മഹത്വമുണ്ട്. ഈ ദിവസങ്ങളിലെ അമൽ അല്ലാഹുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാണ്. അന്നത്തെ അമൽ ചെയ്യുന്ന ഒരാൾ അയാളോളം എത്താൻ ഒരാൾക്കും കഴിയില്ല. ജിഹാദ് ചെയ്യുന്നവന് പോലും അത്ര ഉണ്ടാവില്ല എന്ന് സഹാബിമാർ ചോദിച്ചു നബിയോട്. വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജിഹാദ് ചെയ്താൽ പോലും ഈ അമൽ ചെയ്യുന്നവനെ കൂലി കിട്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ജിഹാദിന് പോലും ഈ മഹത്വമില്ല. ഒരാൾ ജിഹാദിന് വേണ്ടി ഇറങ്ങുകയും തന്റെ സമ്പത്തും തന്റെ ശരീരവും പരിപൂർണമായി റബ്ബിന്റെ മാർഗത്തിൽ ത്യജിക്കുകയും ചെയ്താൽ അവൻ മാത്രമാണ് ഈ ദിവസങ്ങൾ അമൽ ചെയ്യുന്നവനേക്കാളും മുന്നിലേക്ക് എത്തുക. അല്ലാത്ത ഒരാളും ഇതിനേക്കാൾ മുന്നിലേക്ക് എത്തുക ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ അമലും വർദ്ധിപ്പിക്കാം. ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ എല്ലാം വർദ്ധിപ്പിക്കാം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാം. സ്വതക്ക വർദ്ധിപ്പിക്കാം. നോമ്പ് നോക്കാൻ കഴിയുമെങ്കിൽ നോമ്പെടുക്കാം. 1 മുതൽ 9 വരെ നോമ്പെടുക്കാം. പ്രത്യേകം നോമ്പ് സുന്നത്തായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഏത് അമലും വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു അമലാണ് നോമ്പ് എന്നത്. പള്ളിയുമായുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാം. ആ നിലക്കൊക്കെ അമലുകൾ വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കാം. ഉദ്ഹിയ്യത്ത് പ്രത്യേകമായ ആരാധനാ കർമ്മമാണ്. പ്രവാചകന്റെ മുൻപ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ പല മൃഗങ്ങളെയും പല ദൈവങ്ങൾക്ക് വേണ്ടി ബലിയർക്കുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു. പലർക്ക് വേണ്ടിയും അന്ന് ബലിയുണ്ട്. ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും എല്ലാം അന്ന് ബലിയറുക്കാറുണ്ട്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞു, അതല്ല വേണ്ടത്, നിങ്ങൾ ബലിയറുക്കേണ്ടത് റബ്ബിന് വേണ്ടിയാണ്. വിഗ്രഹങ്ങളാകുന്ന മ്ലേച്ഛതയെ നിങ്ങൾ വെടിയുക, അതെല്ലാം ഒഴിവാക്കുക, റബ്ബിന്റെ മുമ്പിലേക്ക് എല്ലാം അർപ്പിക്കുക. ഋജുമനസ്കരായി നേരെ റബ്ബിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. അവന് പങ്കു ചേർക്കാത്തവരായി നിങ്ങൾ നിലകൊള്ളുക. ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്. അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണല്ലോ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇവിടെയും അല്ലാഹു പറഞ്ഞു, റബ്ബിൽ പങ്കു ചേർക്കാത്തവരായിട്ട് വേണം നിങ്ങൾ നിലകൊള്ളാൻ. വല്ലവനും റബ്ബിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ, ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാകുന്നു അവൻ എന്നാണ്. അല്ലാഹുവിൽ പങ്കു ചേർത്തവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെ. ആകാശത്ത് നിന്ന് വീണാൽ ഭൂമിയിലേക്ക് എത്തുകയില്ല. ഋത്വാകർഷത്തിനപ്പുറത്തേക്ക് പോയാൽ ഭൂമിയിലേക്ക് എത്തുകയില്ല, ഭാരം അനുഭവപ്പെടുകയില്ല. അങ്ങനെ വീണ ഒരാള് പക്ഷികൾ അവന് റാഞ്ചി കൊണ്ടുപോയേക്കാം. കാറ്റിനവൻ ഏതെങ്കിലുമൊക്കെ വിദൂര ദേശത്ത് പോയി ചെന്ന് പതിച്ചേക്കാം. ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല, സ്വയം കൂടി നിൽക്കാൻ കഴിയില്ല. അതാണ് ആകാശത്ത് വീണാനുള്ള അവസ്ഥ എന്നാണ്. അങ്ങനെ വീണവനെ പോലെയാണ് റബ്ബിൽ പങ്കു ചേർക്കുന്നവൻ. അല്ലാഹുവിനെ മാത്രം മുറുകെ പിടിക്കുന്നതിന് പകരം, അല്ലാഹുവിലേക്ക് മാത്രം അർപ്പിക്കുന്നതിന് പകരം, റബ്ബിനെ മാത്രം ഭയപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം, അല്ലാഹു അല്ലാത്തവരെ കൂടി ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും റബ്ബിന്റെ പടപ്പുകളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുമാണ് ജീവിതമെങ്കിൽ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. എവിടെയും ഒരു നിലനിൽപ്പുണ്ടാവുകയില്ല, എവിടെ നിൽക്കാൻ കഴിയുകയില്ല. ഒരു ദർഗയിൽ നിന്ന് മറ്റൊരു ദർഗയിലേക്ക്, ഒരു ജാടത്തിൽ നിന്ന് മറ്റൊരു ജാടത്തിലേക്ക്, ഒരു ശൈഖിൽ നിന്ന് വേറെ ശൈഖിലേക്ക്, ഒരു തങ്ങളിൽ നിന്ന് മറ്റൊരു ബീവിയിലേക്ക്, ഇങ്ങനെ പോയി 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 ഒരു സമാധാനം കിട്ടുകയുമില്ല. എല്ലാ സ്ഥലത്തും പോയിട്ടെങ്കിലും വല്ലതും ലഭിക്കുമോ എന്ന വ്യാമോഹം മാത്രമായി ബാക്കിയാകുന്നു. ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്ന സൂറത്ത് ഹജ്ജിലെ ഈ പദപ്രയോഗം സഹോദരങ്ങളെ ശ്രദ്ധേയമാണ്. റബ്ബിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുക. അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക, അതാണ് ഇസ്മായിൽ നബിയുടെ
പാത. അതാണ് ഹജ്ജിന്റെ സന്ദേശവും. അല്ലാഹു തആല ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും പ്രത്യേകമായി ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ ഉമ്മത്തിനും ഓരോ ആരാധനാ മുറകളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നാം നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ബലിമൃഗങ്ങളിൽ റബ്ബിന്റെ നാമം സ്മരിക്കുവാനാണ് അല്ലാഹു നിശ്ചയിച്ചത്. അല്ലാഹ് ബലി നിശ്ചയിച്ചത് അതിനാണ് എന്നാണ്. എന്തിനാ ബലി? അല്ലാഹ് ബലി നിശ്ചയിച്ചത് ലിയദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കണം. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകിയ കന്നുകാലികളുടെ മേൽ അല്ലാഹുവിന്റെ നാമം സ്മരിക്കുവാനാണ് ബലിയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അതിനാൽ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ പരിപൂർണമായും കീഴ്പ്പെടൂ എന്ന് അല്ലാഹു തആല പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുകയാണ്. ബലി പറഞ്ഞപ്പോഴും അല്ലാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞു, അത് അല്ലാഹ്ക്ക് മാത്രം കീഴ്പ്പെടണമെന്ന് പറഞ്ഞു. അവന്റെ നാമം സ്മരിക്കാനാണ് ബലി നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു. മൃഗങ്ങളെ ബലിയെടുക്കേണ്ടത് പടച്ച റബ്ബിന് വേണ്ടി മാത്രമാണ്. ബദരീങ്ങൾക്ക് അറിവില്ല, ശ്രോതാക്കന്മാർക്ക് അറിവില്ല, ഏതെങ്കിലും ഖബറാളിക്ക് വേണ്ടി അറിവില്ല. ജാഹിലിയ്യക്കാലത്തെ ഏർപ്പാടാണതൊക്കെ. ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക. വൻഹർ, റബ്ബിന് വേണ്ടി നീ ബലി അറുക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ധാരാളമായ ആയത്തുകൾ, വ്യത്യസ്തമായ ശൈലികൾ അല്ലാഹു തആല ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറയുന്നിടത്തെല്ലാം തൗഹീദിന്റെ വലിയ വലിയ അധ്യാപനങ്ങളെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് മനസ്സറിഞ്ഞു മടങ്ങി എനിക്ക് അല്ലാഹ് മതി, ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കുകയും മനസ്സോട് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് തൗഹീദിന്റെ വാഹകരായി ഈ പുണ്യ ദിനങ്ങളെ, മാസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ജീവിതം മുഴുവൻ ആ നിലക്ക് അബ്ബ് പഠിപ്പിച്ച വഴിയിൽ തന്നെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് ഉദ്ഹിയ്യത്ത്, ബലികർമ്മം എന്നത്. കഴിവുള്ളവരെല്ലാം അതിന് താല്പര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും പല ആയത്തുകളിൽ പല ശൈലികളിലായി അല്ലാഹു തആല ബലിയുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ കാലത്തും ഉണ്ട് മനുഷ്യ ചരിത്രത്തിൽ ബലി എന്ന കർമ്മം. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ ചരിത്രം പറയുമ്പോഴും ഇത് ഖർറബ ഖുർബാനൻ, ഒരു ബലി സമർപ്പിച്ചതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നീട് മനുഷ്യ ചരിത്രത്തിൽ പലപ്പോഴായി എല്ലാ ഇബാദത്തുകളും വഴിമാറിയ പോലെ തന്നെ ബലിയും വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. മഹാന്മാർക്ക് വേണ്ടി, മറ്റു പ്രതിഷ്ഠകൾക്ക് വേണ്ടി എല്ലാം ബലിയെറുക്കുന്ന രീതികൾ പിൽക്കാലത്ത് വന്നു. കൈബാലയത്തിന്റെ പരിസരത്ത് പോലും ധാരാളം ബലിക്കല്ലുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നുവെന്നാണ്. പല മഹാന്മാരുടെയും പേരിൽ അവിടെയെല്ലാം കൊണ്ടുവന്ന് ആളുകൾ മൃഗങ്ങളെ ബലി കൊടുക്കാറുണ്ട്. സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞു, മാ ജഅലല്ലാഹു മിൻ ബഹീറ വലാ സായിബത്തിൻ വലാ വസിയത്തിൻ വലാ ഹാം. അല്ലാഹു തആല ഇത്തരം മൃഗങ്ങളെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന്. ബഹീറ, സായിബ ഇതൊക്കെ അന്നത്തെ ചില പ്രത്യേകമായ ബലി മൃഗങ്ങളായിരുന്നു. ചില മഹാന്മാരുടെ പേരിൽ ചില മൃഗങ്ങളെ അവർ നേർച്ചയാക്കി വിടും. എന്നാൽ ആ മൃഗത്തിന് പ്രത്യേകമായ ചില അടയാളങ്ങൾ അവർ കിട്ടും. ചില ശീലയോ മറ്റൊരു അടയാളങ്ങളോ വെക്കും.
ആ അടയാളം കണ്ടാൽ അറിയാം ഇത് ഇന്ന മഹാന്റെ പേരിൽ നേർച്ചയാക്കിയ ആടാണ്, ഒട്ടകമാണ്, പശുവാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ മൃഗത്തെ പിന്നെ ആരും ഒന്നും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ധൈര്യപ്പെടുകയില്ല. എന്നിട്ട് സമയമാകുമ്പോൾ ആ മൃഗത്തെ ആ മഹാന് വേണ്ടി ബലിയറുക്കുകയും അതിന് രക്തം അവിടെ പ്രത്യേകമായ രൂപത്തിൽ പുരട്ടുകയും അതിന് മാംസം അവിടെ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതി ജാഹിലിയ്യ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ലഅനല്ലാഹ് അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്നാണ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു. അത്ര ഗൗരവത്തിലാണ് നബി തങ്ങൾ കാര്യം എടുത്തു പറഞ്ഞത്. സമാനമായ പ്രഖ്യാപനങ്ങളും ഹദീസിൽ കാണാം. അവിടെ അറിവ് അല്ലാഹു തആലക്ക് വേണ്ടി മാത്രം, അല്ലാഹുക്ക് വേണ്ടി അല്ലാത്തൊരു അറിവ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ ബലിയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ശിർക്കിന്റെ ആശയമാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ്. കാരണം ബലി എന്നുള്ള ഇബാദത്താണ്. ആ ബലി മഹാന്മാർക്ക് വേണ്ടിയായാൽ അവർക്കുള്ള ഇബാദത്തായി മാറി, പ്രതിഷ്ഠകൾക്ക് വേണ്ടിയായാൽ അവക്കുള്ള ഇബാദത്തായി മാറി, പ്രതിമകൾക്ക് വേണ്ടിയായാൽ അതിനുള്ള ഇബാദത്തായി മാറി. അവയൊന്നും ഇബാദത്തിന് അർഹരല്ല. അതിനാൽ അത്തരം അറിവ് റബ്ബിന് വേണ്ടി മാത്രമേ നിർവഹിക്കാവൂ എന്ന അടിസ്ഥാന ആശയമാണ്. ഇത് ആ അറിവിനെ അല്ലാഹു പ്രോത്സാഹിപ്പിച്ചു, അല്ലാഹുവിന് വേണ്ടി ഉള്ളതിനെ. നിബിധങ്ങൾ ഈ ഒരു രംഗത്ത് വലിയ സൂക്ഷ്മത പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഒരിക്കൽ ഒരു സ്വഹാബി നബിയോട് വന്ന് ചോദിക്കുന്നു, നബിയെ, ഞാനൊരു മൃഗത്തെ അറുക്കുവാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യാൻ ഞാൻ പ്രത്യേകമായി നേർച്ച നിർവഹിക്കുന്നു നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചത് കാണാം, എന്താ ബുവാന വെച്ച് അറക്കുന്നത്? അവിടെ ജാഹിലിയ്യ കാലത്ത് വല്ല ഇത്തരം ബലികൾ നടന്ന സ്ഥലമാണോ എന്നാണ്. അല്ല, അങ്ങനെ ഒന്നുമില്ല അവിടെ. ഇത് അവിടെ വല്ല വിഗ്രഹങ്ങളും പഴയ കാലത്തുണ്ടായിരുന്നുവോ? ഇല്ല, അതുമില്ല. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഔഫി ബിനദിരിക, ഇന്ന് നേർച്ച നീ പൂർത്തിയാക്കുക. കണ്ടോ, അല്ലാഹുവിന് വേണ്ടിയാ നേർച്ച. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഒരു മൃഗത്തെ അടുത്ത് വിതരണം ചെയ്യുന്നത്. എന്നിട്ട് പോലും നബി തങ്ങൾ ചോദിക്കുകയാണ്, അവിടെ വല്ല വിഗ്രഹവും പണ്ടുണ്ടായിരുന്നുവോ? അവിടെ വല്ല അറവുകളും പഴയ കാലത്ത് നടന്നിരുന്നുവോ? ഒന്നുമില്ല, എന്നാ പൂർത്തിയാക്കിക്കോന്ന്. അപ്പൊ അല്ലാഹുവിന് വേണ്ടി ആണെങ്കിൽ പോലും ശിർക്കിന്റെ ചില ആസാറുകൾ ശേഷിപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അതുപോലും ശ്രദ്ധിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇക്കാര്യം പഠിപ്പിക്കുന്നത്. ബലി കർമ്മം എന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കേണ്ട ഒന്നാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, റബ്ബിന് വേണ്ടി നീ അറവ് നടത്തുകയും ചെയ്യുക. ആ ബലിമൃഗം എന്നതും ഒരു മതചിഹ്നമാണ്. ബലിമൃഗം അതൊരു മതചിഹ്നമാണ്, ഷിആറാണ്. മിൻ ശആഇരില്ലാഹ് എന്ന് പറയുന്ന ഷിആറാണ് ബലിമൃഗം. അതുകൊണ്ട് സ്വഹാബിമാരൊക്കെ ബലിമൃഗത്തെ നേരത്തെ വാങ്ങി വെക്കുകയും അതിനെ നന്നായി പരിചരിക്കുകയും ഞങ്ങളതിനെ തിന്ന് കൊഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ സ്വഹാബിമാർ പറഞ്ഞത് കാണാൻ കഴിയും. മൃഗത്തെ നേരത്തെ വാങ്ങി വെച്ച് അത് നന്നായി ഭക്ഷണം കൊടുത്ത് അതിനെ പരിചരിച്ച് തടിച്ചു കൊഴുത്ത് നല്ല ഒരു മൃഗമാക്കിയിട്ടാണ് അവർ ആ മൃഗങ്ങളെ അറുക്കാറുള്ളത് എന്ന് സ്വഹാബിമാർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മാനസിക ബന്ധം അവിടെ ഉണ്ടാകണമെന്നർത്ഥം. അല്ലാതെ എവിടെന്നെങ്കിലും ഒരു മൃഗത്തെ ഓർഡർ ചെയ്തു, ആരോ പിടിച്ചറുത്തു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, ഏൽപ്പിക്കപ്പെട്ട പൈസ ഗൂഗിൾ പേ അയച്ചു കൊടുത്തു ചെയ്തു, മറ്റൊന്നും അറിയില്ല, അതല്ല യഥാർത്ഥത്തിൽ ബലി എന്നത്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായതിന്റെ സ്ഥാനത്താണല്ലോ നമ്മോട് ലക്ഷണമൊത്ത പ്രിയപ്പെട്ട ഒരു മൃഗത്തെ അറുക്കാനായി അല്ലാഹു നിശ്ചയിച്ചു. അതിന്റെ പ്രായം നിശ്ചയിച്ചു, അടയാളങ്ങൾ നിശ്ചയിച്ചു, അതിന്റെ ചില നിബന്ധനകൾ നിശ്ചയിച്ചു. എന്തിനതൊക്കെ? ലക്ഷണമൊത്ത മൃഗത്തെ അറുക്കണം. ഏതെങ്കിലും അറുത്ത് തൽക്കാൻ രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതല്ല. വ്യക്തമായ അഴിവുണ്ടാകാൻ പാടില്ല, കണ്ണുപൊട്ടിയതാകാൻ പാടില്ല, തുടങ്ങി മുടന്നുണ്ടാകാൻ പാടില്ല. അതിന് പ്രായം നിശ്ചയിച്ചു. ഇതൊക്കെ ഒത്ത നല്ല ഒരു മൃഗത്തെ അവൻ നന്നായി നോക്കി പരിചരിച്ച് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിനെ ത്യജിക്കുമ്പോഴാണ്, ബലി കൊടുക്കുമ്പോഴാണ് പരിപൂർണമായ ബലിയായി മാറുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ അത് ഒരാൾക്കോ 2 പേർക്കോ 3 പേർക്കോ 4 പേർക്കോ 7 പേർക്ക് വരെയോ വേണമെങ്കിൽ ഷെയറായി ഒരു മാടിനെ അറുക്കാൻ പറ്റും.
ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രം. ഒരാൾ ബലിയർത്താൽ അയാൾക്കും കുടുംബത്തിനും അത് മതി എന്നാണ്. ഒരു കുടുംബനാഥൻ ബലിയെടുത്താൽ അയാൾക്കും കുടുംബത്തിനും അത് മതി എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നു. നബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തു, അല്ലാഹു ഇത് എനിക്കും എന്റെ കുടുംബത്തിനുമാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. ഉദഹിയത്ത് ഉദ്ദേശിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർ പാലിക്കേണ്ട ചില മര്യാദകൾ കൂടി സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ദുൽഹിജ്ജ മാസപ്പിറവി ആയിക്കഴിഞ്ഞാൽ പിന്നെ നഖം വെട്ടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, മീശ വെട്ടാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉദഹിയത്തിൽ ചേർന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. ഒരുപക്ഷെ മാസപ്പിറവി കണ്ടാൽ പിന്നെ ഇതൊന്നും ചെയ്യാവുന്നതല്ല. ഇന്ന് 1 മണിക്കൂറോളം ചന്ദ്രോദയമുണ്ട് ചക്രവാളത്തിൽ. അതുകൊണ്ട് മാസപ്പിറവി കാണാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതിനാൽ ഇന്ന് മഗ്‌രിബിന് മുമ്പേ തന്നെ മുടിയും അതേപോലെ നഖവുമൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അത് ഇന്ന് നിർവഹിക്കാൻ ശ്രമിക്കുക. പിന്നെ 10 ദിവസങ്ങൾ നിർവഹിക്കാവുന്നതല്ല. ഇതിന്റെ ഉദഹിയത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളിപ്പോ നാളെ മുതൽ തീരുമാനമെടുത്തു, മറ്റന്നാൾ തീരുമാനമെടുത്തു, ഒരു ഫണ്ടായി. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് പൈസ ആയപ്പോ ശരി ഏതായാലും ഉദഹിയത്താവാം എന്ന് അയാൾ അപ്പോഴാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അവിടെ മുതൽ ആ നിയമങ്ങൾ പാലിക്കണം. ഇപ്പൊ അയാൾക്ക് ഉദ്ദേശമില്ല, 2 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് ഉദ്ദേശമുണ്ടായി, അടുക്കാൻ തീരുമാനിച്ചു എങ്കിൽ ആ സമയം മുതൽ അയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കുക. താടി ഏത് കാലത്തും വെട്ടാൻ പാടില്ല. അത് ദുൽഹിജ്ജ 10 മാത്രമല്ല, ഉദഹിയത്തിൽ തീയത്തീര മാത്രമല്ല, അല്ലാത്തപ്പോഴും പാടില്ല. താടിയെ നിങ്ങൾ വെറുതെ വിടുക, താടി നിങ്ങൾ സമൃദ്ധമാക്കുക എന്നൊക്കെ ഹദീസിൽ ധാരാളമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഏതായാലും അത് വെട്ടി ശീലിച്ചവർ ഈ ദിവസങ്ങളെങ്കിലും അതിന് മാറി നിൽക്കുകയും അത് പിന്നീട് അങ്ങോട്ട് താടി സമൃദ്ധമായി വളർത്താനുള്ള ഒരു അവസരമായി കാണുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് സ്വയം ഭക്ഷിക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു പ്രത്യേകം അതിന് നിങ്ങൾ ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. 3 വഴിക്ക് ചെലവാകണം. 1 നമ്മൾ ഭക്ഷിക്കണം, 2 പാവങ്ങൾക്ക് സ്വതക്കയായി കൊടുക്കണം, 3 ഹദിയയായിട്ട് നമ്മുടെ അയൽവാസികൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി നമ്മുടെ ലെവലുള്ള ആളുകൾക്ക് നമ്മുടെ വക ഒരു ഹദിയയായി നൽകുകയും ചെയ്യണമെന്ന് 3 രൂപത്തിലാണ് ആ ബലി മാംസത്തെ വിനിയോഗിക്കേണ്ടത്. പലപ്പോഴും ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ബലി മൃഗത്തിന് വേണ്ടി പണം കൊടുക്കുന്ന ആളുകളുണ്ട്. പാടില്ല എന്നല്ല, പക്ഷേ ഈ പറയപ്പെട്ട സുന്നത്തുകൾ അതൊക്കെ നഷ്ടപ്പെടുന്നു. അയാൾക്ക് ഭക്ഷിക്കാൻ കഴിയില്ല. ആ മൃഗത്തെ എങ്ങനെ അവിടെ വിനിയോഗം ചെയ്തു എന്നറിയില്ല, എപ്പോഴും അറുത്തത് എന്നറിയില്ല, നിശ്ചയിക്കപ്പെട്ട സമയത്തിന് അറുത്തിട്ടുണ്ടോ, അതിന്റെ എല്ലാ നിബന്ധനയും പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താൻ പലപ്പോഴും സാഹചര്യം ഉണ്ടാകാറില്ല. ഇതൊക്കെ ചെയ്യുന്ന വിശ്വസ്തയോഗ്യരായ ആളുകളാണ്, അത്തരം സംഘമാണ് ചെയ്യുന്നത് എങ്കിലാവാം, പാടില്ല എന്നല്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഭക്ഷിക്കുക എന്ന സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിർവഹിക്കൽ തന്നെയാണ് അഭികാമ്യം. നാം അത് സാക്ഷിയാവുക, അറബിന്റെ സമയത്ത് അവിടെ ഉണ്ടാവുക, കഴിയുമെങ്കിൽ അതിന് പരിചരിക്കാൻ കൂടി ദിവസങ്ങൾ കൃത്യം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ അതിന് മാംസം നമ്മൾ ഭക്ഷിക്കുക, കുടുംബത്തിന് നൽകുക, അയൽവാസികൾക്ക് നൽകുക. ഇതൊക്കെ അതിന്റെ പൂർണ്ണതയുടെ ഭാഗം തന്നെയാണ്. അതിനൊക്കെ പരമാവധി സുന്നത്ത് പ്രകാരം തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ നാം പരിശ്രമിക്കുക. ആയുഷ്കാലം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് പ്രത്യേകമായ സുന്നത്തുണ്ട്. 2 വർഷത്തെ പാപം പൊറുക്കപ്പെടുമെന്ന് നബി തങ്ങൾ പറഞ്ഞ നോമ്പാണ് ദുൽഹിജ്ജ 9 നോമ്പ്. ദുൽഹിജ്ജ 9 പേരാണ് യൗമു അറഫ. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അതാ നമ്മുടെ യൗമു അറഫ. ദുൽഹിജ്ജ 10 നമ്മുടെ യൗമു നഹർ, അറബിന്റെ ദിവസം. ഹാജിമാർ അറഫയിൽ വന്നോ ഇല്ലേ എന്നുള്ളതല്ല. കോവിഡ് കാലത്തൊക്കെ പലപ്പോഴും ഹജ്ജ് പോലും മുടങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോഴും ദുൽഹിജ്ജ 9 പേര് യൗമു അറഫ എന്നാണ്. യൗമുൽ ജുമുഅ എന്ന് ഈ ദിവസത്തിന്റെ പേരുള്ള പോലെ തന്നെ ജുമുഅ നടന്നില്ലെങ്കിലും ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ എന്നാണ്. എന്ന പോലെ ദുൽഹിജ്ജ 9 പേരാണ് യൗമു അറഫ, 10 പേരാണ് യൗമുൻ നഹർ, 11, 12, 13 പേരാണ് അയ്യാമുത് തശ്രീഖ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് നാം നോമ്പെടുക്കുക. ഹാജിമാർ അറഫയിൽ വരുമ്പോൾ നോമ്പെടുക്കുക എന്ന് ലോകത്ത് മുഴുവനും പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഹാജിമാർ വരുന്ന സമയത്ത് ലോകത്ത് പല രാജ്യങ്ങളിൽ പല സമയമാണ്. അപ്പൊ രാത്രിയുള്ള
സമയമുണ്ട്, അല്ലാത്ത രാജ്യങ്ങളുണ്ട്. പല രാജ്യത്തും പല രൂപത്തിലാണ് ഹാജിമാർ അവിടെ എത്തുക. ഏതാണ് അവിടുത്തെ ളുഹറോട് കൂടിയാണ്. അപ്പോഴേക്കും നമുക്കിവിടെ ഏതാണ് അസ്റായി കഴിഞ്ഞു. അവിടെ ഹാജിമാരുടെ കൂടെ കൂടുക എന്ന ഐക്യദാർഢ്യം എന്ന ഒന്നല്ല. ഹാജിമാർക്ക് ഈ നോമ്പില്ലതാണ്, നമുക്ക് സുന്നത്തുമില്ല അങ്ങനെ നോമ്പ്. അതുകൊണ്ട് അവിടെ ആളെത്തോ ഇല്ലേ നോക്കിയിട്ടല്ല നമ്മൾ നോമ്പ് നോക്കാൻ പറഞ്ഞത്. ദുൽഹിജ്ജ 9 നമ്മുടെ നോമ്പ്. ഈ 1 മുതൽ 9 വരെ ഒരാൾക്ക് നോക്കാൻ കഴിയുമോ? നല്ല കാര്യം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അമലും വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് നോമ്പും വേണമെങ്കിൽ ഈ ദിവസങ്ങൾ നോൽക്കാം. എന്താണ് കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.